വടകരയിലെ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സ്ക്രീൻഷോട്ട് കേസിൽ ഇടത് സോഷ്യൽ മീഡിയ പേജുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ പേജുകൾക്കെതിരെയാണ് അന്വേഷണം. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞത് അന്വേഷണത്തിന്റെ ഗതി മനസ്സിലാക്കിയാണെന്നാണ് വടകര MLA KK രമ ആരോപിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ലീഗ് പ്രവർത്തകൻ ഖാസിം അല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ കേസിന്റെ ഗതി നിർണായക വഴിത്തിരിവിലെത്തി. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, ചെങ്കതിർ തുടങ്ങി ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെയാണ് അന്വേഷണം. ഈ പേജുകളിലാണ് വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പോരാളി ഷാജി പോലുള്ള സൈബർ പോരാളികളെ തള്ളിപ്പറഞ്ഞതും അന്വേഷണത്തിന്റെ ഗതി ബോധ്യപ്പെട്ട ശേഷമാണ്. കാഫിർ പ്രയോഗം തീർച്ചയായിട്ടും അത് എവിടെയാണെന്ന് കണ്ടെത്തണം. അത് നമ്മൾ അന്നേ പറയുന്നതാണ്. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് ഏതെങ്കിലും ഇടത് പ്രൊഫൈലിൽ നിന്ന് വന്ന് അവര് പ്ലാൻ ചെയ്താണ് എന്നത് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് നമുക്കുള്ള സംശയം. അതാണ് ബലമായിട്ടുള്ള സംശയം അത് തന്നെയാണ്. അതുകൊണ്ട് അവിടേക്ക് എത്താം. എനിക്ക് തോന്നുന്നു അന്വേഷണം അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടായിരിക്കാം ജയരാജൻ ഇപ്പം പോരാളി ഷാജിമാരെയൊക്കെ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അല്ലാതെങ്കിൽ ഈ ഒരു അവസരത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത് എന്നത് സംശയം ഉണ്ടാക്കുകയാണല്ലോ. എന്തായാലും പോലീസ് അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തണം. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കും. സൈബർ സംഘത്തിന്റെ സഹായത്തോടെ ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുകയാണ്. കാഫിർ പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ പ്രതി ചേർത്തിട്ടുണ്ട്. CPIM നേതാവ് KK ലതികയുടെ ഫോൺ പരിശോധിച്ച് മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. KK ലതികയുടെ FB പേജ് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നാണ് പോലീസിന്റെ വാദം. കേസിൽ ഇതുവരെ 12 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.